എല്ലാവർക്കും കുക്ക് ടൈപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മനസ്സിലായല്ലോ, നല്ല അടിപൊളി ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കഴിക്കാത്തൊരു കേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ഈ ഒരു കേക്ക് സാധാരണ ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പൗഡർ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1/2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചറായിരിക്കും നമ്മുടെ കേക്കിന്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡർ, അതായത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ 3 വട്ടം അരിച്ചെടുക്കുക. അങ്ങനെ 3 വട്ടം അരിച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ആരും ഇട്ടു പോകരുത്. പിന്നെ നമ്മുടെ പാൻ ഓൾറെഡി റെഡിയാണ്. ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. കേക്കിന് ഹൈറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചുറ്റും ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ബൗൾ എടുക്കുക. അതിലേക്ക് 4 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഉപ്പ് ചേർത്തിട്ടില്ല, പകരം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്താൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ എസൻസ് ഒഴിക്കണം. ഇപ്പം ഞാൻ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഓറഞ്ച് എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പതാവന്ന് തുടങ്ങുമ്പോൾ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതിന് പകരം ഈ ഒരു സമയത്ത് വിനീഗർ ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് ഒരു നുള്ളി ചേർക്കുക, എസൻസ് ഒഴിക്കുക, വിനീഗർ ചേർക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ തന്നെ മുട്ടയുടെ മണം നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ മാത്രമല്ല മുട്ട എടുക്കുന്നതിന് മുൻപ് ആ മുട്ടയുടെ മഞ്ഞയുടെ ഇടയിലൊരു ഇത്തിരി കട്ടിയിലുള്ളൊരു വെള്ള കളറിൽ പാട പോലെ സാധനമുണ്ട്. അതെടുത്ത് കളയുകയാണെങ്കിൽ ഒരുവിധമൊക്കെ മുട്ടയുടെ സ്മെല്ല് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സത്യത്തിൽ വളരെ പതുക്കെയാണ് മിക്സ് ചെയ്യുന്നത്. പതുക്കെയല്ല എങ്കിൽ പെട്ടെന്ന് നമ്മുടെ കേക്ക് ബാറ്റർ താന്നു പോവും. മാത്രമല്ല കേക്ക് ഹാർഡാവാനും സാധ്യതയുണ്ട്. ഉയരം കിട്ടില്ല, കേക്കിന് ഹൈറ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ച് ക്രഷാണ്. ഓറഞ്ച് ക്രഷ് ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. സാധാരണ സീസൺ ടൈമൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഓറഞ്ച് മേടിച്ചിട്ട് ഞാൻ ക്രഷ് വീട്ടിലുണ്ടാക്കിയിട്ടാണ് കേക്ക് ചെയ്ത് കൊടുക്കൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്രഷ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഓറഞ്ച് മേടിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ക്രഷാണ്, മാലാസിൻ്റെ ക്രഷാണ്. അതുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. 1-2 സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ക്രഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി ക്രഷ് ഇല്ല എങ്കിൽ ഓറഞ്ചിൻ്റെ മർമലൈഡോ അല്ലെങ്കിൽ ഓറഞ്ച് ജാമോ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. സ്പോഞ്ചിൽ ചേർത്താൽ കുറച്ചുകൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും ഓറഞ്ചിൻ്റെ. അപ്പോൾ ചേർത്തില്ലെങ്കിലും വിരോധമില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഓറഞ്ചിൻ്റെ ക്രഷ് ചേർക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും, അതായത് വെറ്റെന്ന് ഉദ്ദേശിച്ചത് പാലോ ഓയിലോ അതുപോലെ ക്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൗഡർ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് പിന്നെ കുറച്ച് വെറ്റ് ചേർത്ത് പിന്നെ ബാക്കി പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അങ്ങനെ ഇടവിട്ട് ചേർക്കണം. ഏറ്റവും അവസാനം പൗഡർ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മുടെ ബാറ്റർ നല്ല കട്ടി ഉണ്ടാവും. കട്ടിയല്ല, ലൂസായിട്ട് പോവില്ല. അതുപോലെ തന്നെ കേക്ക് നല്ല ഹൈറ്റും ഉണ്ടാവും. പക്ഷേ മിക്സിങ് എപ്പോഴും വളരെ പതുക്കെ തന്നെ ആയിരിക്കണം. സ്പീഡിലിട്ട് സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ അടിക്കാനൊന്നും പാടില്ല. വളരെ പതുക്കെ തന്നെ ചെയ്യുക. വിസ്ക് ഉണ്ടെങ്കിൽ എപ്പോഴും വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണം ഏറ്റവും നല്ലത്. ഈ സ്പാച്ചില വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിസ്ക് വെച്ചിട്ട് പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ബാറ്റർ ഇത്തിരി തിക്കായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പാലും ഓയിലും ഒന്നും ചേർക്കാതെ തന്നെ സ്പോഞ്ച് ഉണ്ടാക്കാറുണ്ട്. നല്ല ഹൈറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അവസാനത്തെ ബാച്ച് പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുൻപ് തന്നെ കളറ് ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളറും അതുപോലെ ഒരു ഡ്രോപ്പ് യെല്ലോ കളറും ചേർത്തിട്ടുണ്ട്. ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കളർ ചേർക്കണം. ഞാൻ ഒരിക്കലും കളർ പ്രിഫർ ചെയ്യുന്ന ഒരാളെ അല്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കേക്ക് കഴിക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കളർ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്.
ഇപ്പം നമ്മൾ വീട്ടാവശ്യത്തിന് നമ്മുടെ കുട്ടികൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുറത്തുനിന്ന് ഓർഡറൊക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സിനോട് പ്രത്യേകം ഞാൻ ചോദിക്കാറുണ്ട് കളർ ചേർക്കണോ ചേർക്കണ്ടേ. അപ്പോൾ അവർ പറയും അതിനനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യാറ്. ഇനി ലാസ്റ്റ് ബാച്ച് പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഓവനാണെങ്കിൽ 175 180 നിങ്ങളുടെ ഏതാണോ ആ ടെമ്പറേച്ചർ സെറ്റിംഗെങ്കിൽ ആ ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നതെങ്കിൽ ചീനച്ചട്ടിയാണോ കുക്കറിലാണോ മറ്റേതെങ്കിലും പാനിലാണെങ്കിൽ ഇതേപോലെ മീഡിയം ഹീറ്റിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അത് മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യണം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഏകദേശം 35 മിനിറ്റ് എടുത്തു. ഇത് 6 ഇഞ്ചിൻ്റെ പാൻ ആയതുകൊണ്ട് ഇത്തിരി ഹൈറ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് 35 മിനിറ്റ് എടുത്തത്. സാധാരണ 8 ഇഞ്ചിൻ്റെ പാനോ 7 ഇഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ 20-25 മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ. കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കഴിയും പരിപാടി. അതിനുശേഷം അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ക്രഷ് ചേർക്കാം. ക്രഷ് ഇല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർത്താൽ മതി. ഒരുപാടൊന്നും ചേർക്കരുത്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും കേക്കിന്. വളരെ കുറച്ച് ചേർക്കാവൂ കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ പുറത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ വാനില എസൻസ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നില്ല, ഒരുപാടാവും. അത് എപ്പോഴും ഞാൻ എല്ലാത്തിലും ഇടുന്നതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് ക്രഷാണ്. എപ്പോഴും ക്രഷൊക്കെ ചേർക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് മാക്സിമം ചേർക്കാവൂ. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇതിന് പകരം ഓറഞ്ച് ജാമോ മർമലേഡോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചേർത്താലും മതി കേട്ടോ. ഓറഞ്ച് ജ്യൂസൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്, അതിങ്ങനെ ഇടയിൽ കൂടെ ഒഴുകി വരും. അപ്പോൾ അതൊന്നും ചേർക്കരുത്. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലേവേർഡ് ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും, അതായാലും മതി. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വൈറ്റ് ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ചെയ്യുക. അതിലേക്ക് ഓറഞ്ച് എസൻസ് 2-3 ഡ്രോപ്പ് മാത്രം ചേർക്കുക. എന്നിട്ട് അത് നമ്മുടെ ക്രീമിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഗനാഷ് ആക്കിയിട്ടും, അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഗനാഷായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓറഞ്ചിൻ്റെ കഷ്ണം അതായത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ കഴിക്കുമ്പോൾ ഇടയിൽ വരുമ്പോൾ ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഇതേപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ ഞാൻ ചെറിയ ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് അല്ല കേട്ടോ, അതായത് 1 ഡ്രോപ്പ് റെഡും 1 ഡ്രോപ്പ് യെല്ലോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് ആ ഒരു ചെറിയൊരു ലുക്കൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1:2 റേഷ്യോയിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് 2 ഡ്രോപ്പ് എസൻസ്, ഓറഞ്ച് എസൻസും കുറച്ച് ഓറഞ്ച് കളറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് നല്ല സെറ്റായതിന് ശേഷം, നല്ല തണുപ്പായിരിക്കണം, എന്നിട്ട് മാത്രമേ എൻ്റെ മുകളിലേക്ക് കൂടെ ഒഴിക്കാൻ പാടുള്ളൂ ഈ ഒരു ഗനാഷ്. അപ്പോൾ ഞാൻ ഗനാഷ് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്, എനിക്ക് ഡ്രിപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ വെബ് ഡിസൈനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ലസ്റ്റർ ഡസ്റ്റ്, എഡിബിൾ ലസ്റ്റർ ഡസ്റ്റില്ലേ, മാജിക് കളേഴ്സിൻ്റെയാണ്. അത് ഞാനിതുപോലെ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ട ഷുഗർ ബോൾസാണ്, അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഓറഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ആ ഒരു ബോർഡ് ക്ലീൻ ചെയ്യുക, ആ ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു കേക്ക് ഞാൻ നെക്സ്റ്റ് ഡേ, അതായത് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയതിന് പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓറഞ്ച് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാവുന്നൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള കേക്കിലൊന്നാണ് ഈ ഓറഞ്ച് കേക്ക്. സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ചില കേക്ക് കഴിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നില്ലേ, ആ ഒരു മടുപ്പ് നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.